വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. ഫ്ലെക്സ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് വീടിനു നേരെ കല്ലേറ്. വാഴക്കുളം പെരിയക്കോട്ടിൽ റിജോയുടെ വീടിനു നേരെയാണ് വ്യാഴാഴ്ച രാത്രി ആക്രമണമുണ്ടായത്. തെരഞ്ഞെടുപ്പ് ഫ്ലെക്സ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് വാഴക്കുളത്ത് വീടിനു നേരെ കല്ലേറ്. വാഴക്കുളം പള്ളിക്കുന്ന് പെരിയാക്കോട്ടിൽ റിജോയുടെ വീടിനു നേരെയാണ് വ്യാഴാഴ്ച രാത്രി 12 കല്ലേറ് ഉണ്ടായത്. റിജോയുടെ വീടിന്റെ മതിലിൽ തിരഞ്ഞെടുപ്പ് ഫ്ലെക്സ് സ്ഥാപിക്കുന്നത് എതിർക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതാണ് ആക്രമണത്തിന് കാരണം. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ മൂവാറ്റുപുഴ ന്യൂസിന് ലഭിച്ചു. വ്യാഴാഴ്ച രാത്രി 8 ഇരുചക്ര വാഹനത്തിലെത്തിയ സംഘം അസഭ്യം പറയുകയും തുടർന്ന് 12 വീടിന് നേരെ കല്ലെറിയുകയുമായിരുന്നുവെന്നും വീടിന്റെ മുൻവശത്തെ ജനൽച്ചില്ല് ആക്രമണത്തിൽ പൂർണ്ണമായും തകരുകയും ചെയ്തു. ഫ്ലെക്സ് സ്ഥാപിക്കുന്ന ചോദ്യം ചെയ്തതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകിയതാണ് ആക്രമണത്തിന് കാരണമെന്നും LDFകാരുടെ കടന്നാക്രമണമാണെന്നും റിജോ പറഞ്ഞു. ഇത് 15 വർഷം മുമ്പുള്ള ഒരു പ്രശ്നമാണ്. എല്ലാ പാർട്ടിക്കാരും ഇലക്ഷൻ ആകുമ്പോൾ ഞങ്ങളുടെ പറമ്പിലും വീടിന് മുമ്പിലെല്ലാം അവരുടെ പരസ്യ പ്രചാരണം വയ്ക്കുന്നതാണ്. അപ്പോൾ ഈ LDFകാർ മാത്രം 15 വർഷം മുമ്പ് ഇവിടെ വെച്ചപ്പോൾ ഞങ്ങളോട് ചോദിച്ചില്ല. അതുപോലെ ഞാനിവിടെ ഉള്ളപ്പോഴാണ് അവർ ചോദിക്കാത്തത്. അവർ കുറച്ച് പേര് വന്നു. ഒരാൾ ചോദിക്കണമെന്ന് പറഞ്ഞു, വേറൊരാളോടും ചോദിക്കേണ്ടതാ, കെട്ടടാന്ന് പറഞ്ഞു. അങ്ങനെ കെട്ടിയിട്ട് ഇറങ്ങിയ ആൾ പറഞ്ഞു, ഇതെടുത്ത് കളഞ്ഞാൽ എൻ്റെ ഉടൽ വലിച്ചൂടെ കിട്ടും എന്ന് പറഞ്ഞിട്ട് അവരൊന്ന് പോയി. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ ബോർഡ് എടുത്ത് കളഞ്ഞു. അതിനുശേഷം അവർ പാർട്ടിക്കാർ വിളിക്കുകയും വീട്ടിലൊരുകയും ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി. എന്തിനാണ് കളഞ്ഞതെന്ന് ചോദിച്ചത് പറഞ്ഞു. അവർ ചോദിക്കാതെ വെച്ച് എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഞാൻ എടുത്ത് കളഞ്ഞു. എനിക്ക് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. ബാക്കി എല്ലാ പാർട്ടിക്കാരും ചോദിച്ചിട്ടാണ് വയ്ക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു. ഈ കഴിഞ്ഞ ഇലക്ഷൻ 5 വർഷം മുമ്പുള്ള ഇലക്ഷന് വീണ്ടും അവർ ഞാനിവിടെ ഇല്ലാത്ത ദിവസമാണ്, വീട്ടിലില്ലായിരുന്നു. വീണ്ടും ഇവിടെ പരസ്യം കൊണ്ടുവച്ചു. എന്നോട് ചോദിച്ചില്ല. ബാക്കി പാർട്ടിക്കാരെ ചോദിച്ചിട്ടാണ് വെച്ചാൽ അവർക്ക് അനുവാദം കൊടുക്കുകയും ചെയ്തു. ചോദിച്ചിരുന്നെങ്കിൽ ഞാനവിടെ കൊടുക്കുമായിരുന്നു. അപ്പോൾ അന്ന് വൈകിട്ട് വന്ന് ഞാൻ വീണ്ടും ആ ബോർഡ് എടുക്കുന്നതായിട്ട് പാർട്ടിക്കാരും വിളിക്കുന്നു, ഇവിടുത്തെ നേതാക്കന്മാരെല്ലാം വിളിക്കുന്നു. പിറ്റേ ദിവസം എല്ലാവരും ഇവിടെ വരുന്നു, ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് ചോദിച്ചിട്ട് വെച്ചാൽ എന്താണ്, അതുകൊണ്ടല്ല ഞാൻ എടുത്തു കളഞ്ഞതെന്ന് അവരോട് ചോദിക്കുന്നു. അങ്ങനെ അതും കഴിഞ്ഞു. ഈ ഇലക്ഷന് വീണ്ടും അവർ ഞങ്ങളുടെ മതിലിൽ അഡ്വാൻസായിട്ട് LDF ബുക്കിടം എഴുതി വെച്ചിരിക്കുന്നു. 2 പ്രാവശ്യം വിഷയം ഉണ്ടായെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നവർ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു നേതാവിനോട് പറഞ്ഞു, ഇത് നിങ്ങൾ ബുക്കിടം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കുന്ന നടപടി എടുക്കുമെന്ന് അവരോട് പറഞ്ഞു. പക്ഷെ അവരൊന്നും ഉപയോഗിച്ചില്ല. അവരുടെ പരസ്യം ചെയ്തു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. പോലീസുകാരെ ഫെയറൊക്കെ രജിസ്റ്റർ ചെയ്തു. പിറ്റേ ദിവസം അവരത് മായ്ച്ചു കളയുകയും ചെയ്തു. അപ്പോൾ ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞ് വൈകിട്ട് ഒരു 8:30 കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഭയങ്കര തെറികളാണ്. ഇറങ്ങി വേടാ തെറി കേട്ടപ്പോൾ ഞാനും മമ്മിയും പുറത്തിറങ്ങിയപ്പോൾ 2 പേര് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് ബൈക്കിൽ വന്ന് ഭയങ്കരമായ പറയാൻ കൊള്ളില്ലാത്ത അത്രയ്ക്ക് വൃത്തിയുടെ തെറികൾ പറഞ്ഞു. അരമണിക്കൂർ പറഞ്ഞ് അവർ അങ്ങ് പോയി. വീണ്ടും രാത്രി ഒരു 12 മണിയോട് കൂടി ഭയങ്കര പേടിപ്പിക്കുന്നൊരു ഒച്ച കേട്ടു. മണ്ണറയുണ്ടാക്കുന്ന ഒച്ച കേട്ടു. നോക്കി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ വീടിൻ്റെ മുമ്പിൽ ജനലിൻ്റെ ഗ്ലാസ് പൊട്ടി കിടപ്പുണ്ട്. ഒരു കല്ല് ഭിത്തിയിലാണ് കൊണ്ടത്, ഒരെണ്ണം ഈ ഗ്ലാസ്സിലും കൊണ്ടു. അപ്പോൾ ഇറങ്ങിയാൾ പോയി. പിന്നെ CC ക്യാമറ നോക്കിയപ്പോൾ 2 പേര് വരുന്നു. ഒരാൾ ബൈക്കിൽ മുമ്പിൽ പോകുന്നു, വേറൊരാളിവിടെ ബുള്ളറ്റ് നിർത്തി ഈ കല്ലെറിഞ്ഞിട്ട് പോയത് കൃത്യമായിട്ട് കാണാം. റോഡിൽ നിന്നും കല്ലെടുത്ത് ഗേറ്റിൻ്റെ ഉള്ളിൽ കിടന്ന് എറിഞ്ഞ് പൊട്ടിച്ചിട്ട് പോയി. ഇവർ ബലമായിട്ട് അവിടെ പരസ്യം കൊടുത്തുകൊണ്ടാണ് ഞാൻ പരാതി എടുത്തത്. അപ്പോൾ അതിനുള്ള പ്രതികരണം അല്ലാതെ വേറെ ഒന്നും വരാൻ സാധ്യതയില്ല. എനിക്ക് പ്രത്യേകിച്ചൊരു പാർട്ടിയുടെ അനുഭാവമൊന്നുമില്ല. എല്ലാവരും ഒരുപോലെയാണ്. ഇവിടെ എല്ലാവരും അറിയുന്നവരുണ്ടായാലും അടുത്തുള്ള എല്ലാവരും പാർട്ടിക്കാർ അറിയുന്നവർ തന്നെയാണ്. അപ്പോൾ അവർക്ക് ചോദിച്ചിട്ട് വയ്ക്കാം, സാമാന്യ വഴിയാണ്. അത് ലംഘിക്കുകയും ഭീഷണിപ്പെടുത്തുകയും 2 പ്രാവശ്യം ഉണ്ടാവുകയും 3-ാമതും
വന്നപ്പോൾ ഞാൻ വീണ്ടും പരാതി കൊടുത്തു. അപ്പോൾ അതിൻ്റെ പ്രതികരണമായിരിക്കാം, അല്ലാതെ വേറൊന്നും വരാൻ എൻ്റെ അറിവിൽ ഇല്ല. കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ് അന്ന് തന്നെ ഇവിടെ മലമ്പാരി ഇറങ്ങി ബോർഡർ എടുത്ത് മകളെ പ്രതികരണം അങ്ങനെ എടുത്തു. മൊത്തം മതിലും വീടിൻ്റെ സൈഡിലെല്ലാം മലമ്പാരി ഇറങ്ങി കളഞ്ഞ് പിറ്റേ ദിവസം എല്ലാം കഴുകി കളഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അന്ന് 2 പ്രാവശ്യം പോലീസ് പരാതി കൊടുത്തില്ല. കാരണം ഇതെല്ലാം നമ്മുടെ അടുത്തുള്ള ആളുകളൊക്കെ ആണല്ലോ എന്ന് വിചാരിച്ച് 2 പ്രാവശ്യം ക്ഷമിച്ചു. ഈ പ്രാവശ്യം വീണ്ടും ഒരു ഫലമായിട്ട് വീണ്ടും അങ്ങനെ ചെയ്തുകൊണ്ടാണ് പരാതി കൊടുത്തത്. അതിപ്പോൾ ഇങ്ങനൊരു ആക്രമണത്തിലേക്ക് കിടന്നു. നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു വിഷയമുള്ളതല്ല. ഇത് LDFകാരുടെ കടന്നാക്രമണമാണ്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ വീണ്ടും പരാതി കൊടുത്തത്. ആക്രമണത്തിനെ തുടർന്ന് വാഴക്കുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. റിജോയും മാതാവും മാത്രമാണ് ആക്രമണ സമയം വീട്ടിലുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. 3000 രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ 2 ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ, 925 ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം 18 ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ.